പ്രോസസ് എല്ലാം പൂർത്തിയായിരിക്കുകയായിരുന്നു. ഇന്നത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് തീരുമാനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷൻ ഉണ്ട്. പറ്റുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള അനാവശ്യമായ പ്രൊമോഷൻ ചെയ്തില്ല. നമുക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട്, റിട്ടയർമെന്റ് വേക്കൻസിയുള്ള അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചത്. കൊടുക്കും. 2 ദിവസം ഞാൻ MD നിർദ്ദേശിച്ചത് നാളെ മറ്റന്നാളോ അദ്ദേഹം ട്രിവാൻഡ്രത്തിൽ എന്നാ ഉടനെ വെച്ച് അത് ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. അതിൽ എല്ലാ കാറ്റഗറിയും വരുന്ന കുറച്ച് കൂടുതലാണ്. നല്ലൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, എന്നാലും നമ്മൾ ചെയ്യാം. കാരണം ഇത് റിട്ടയർമെന്റ് ഒരുപാട് വരെയാണ് ഈ വർഷം. വളരെ വൻതോതിൽ റിട്ടയർമെന്റാണ്. റിട്ടയർമെന്റ് പല പോസ്റ്റുകളിലും ഹാൻഡിൽ ചെയ്യാൻ ആളില്ലാതെ, സ്റ്റേഷൻ മാസ്റ്റർ, ATO ഇതൊക്കെ ആളില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ 1 മാസം കഴിഞ്ഞ് റിട്ടയർ ആകാൻ പോകുന്ന ഒരാളിന് പ്രൊമോഷൻ കൊടുത്താൽ അയാൾ ഒരു ജോലിയും ചെയ്യും. ഇപ്പം നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ATOമാരിൽ പലരും ചെറുപ്പക്കാരാണ്. അവർക്ക് 2034 വരെ 35 വരെയൊക്കെ സർവീസും. അപ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്നത് കൊണ്ടാണ് KSRTC ഉണ്ടായിട്ടുള്ളത്. സാധാരണ റിട്ടയർ ചെയ്യാൻ 1 മാസമുള്ള ആളിന് പ്രൊമോഷൻ കൊടുക്കും. DTO അദ്ദേഹം മേളിൽ കയറിയിരിക്കും, താഴെയുള്ളവരെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കും. ഇതാണ് KSRTC കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്ന ഒരു അബദ്ധം. ഇപ്പം അതില്ല. ഇപ്പം പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുവിധം ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് വെച്ച് ബാക്കി എല്ലാവരും ലോങ് പീരീഡ് 1 വർഷം 2 വർഷം വരെ മിനിമം ഉള്ള ആളുകൾ. അല്ല, ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു, ആ സർവേയുടെ ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യത്തെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായ ഒരു ലക്ഷ്യമല്ല അതിനുള്ളത്. ഒരു സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് പൊതുജനങ്ങളോട് ചോദിക്കാനുള്ള ഒരു തീരുമാനം, അതിനെ ഒരു ഇലക്ഷനുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതിനകത്തൊരു സതുദ്ദേശമാണുള്ളത്. കാരണം ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇതിൽ പങ്കാളികളാവുന്നു. ഈ ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ വോട്ട് ചെയ്യാനോ തയ്യാറാവുന്നു. അവരെ ഇതിന്റെ ഭാഗമായി ഇൻവോൾവ് ചെയ്യിക്കാന്നാണ്. വോട്ട് ചെയ്യാൻ പോലും, വോട്ട് ചേർക്കാൻ പോലും ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാരായ കുട്ടികൾ തയ്യാറാവുന്നില്ല. അപ്പൊ അവരെ ഇതിലേക്ക് ആകർഷിക്കാൻ അവരുടെ ഒപ്പീനിയൻ, ഈ നാട് എങ്ങനെയാകണം എന്ന് അവരാണ് സുപ്രം കാണേണ്ടത്. നമ്മളല്ല, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് കാണേണ്ടത് നാളെ എങ്ങനെയാവണം, നാളെ എങ്ങനെ ആകണം എന്നുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അല്ലാതെ അതൊരു ദുരുദ്ദേശമുള്ള കാര്യമല്ല. ഇതിപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പിന്നെ ഇവിടെ ബീഹാറിൽ എന്താണ് ചെയ്തത്, ഇലക്ഷന് തലേ ദിവസം എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ടു. അതുപോലെയല്ലല്ലോ ഇത്. ഇതൊരു 10 വർഷം ഭരിച്ചൊരു സർക്കാർ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ തന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ പോലും അത് ഉപകാരപ്പെടും. അല്ലാതെ രാഷ്ട്രീയമായി മാത്രം അതിനെ കാണുന്നത് ചെയ്യും. അല്ലെ, വീഴ്ചകൾ ഉള്ളതുകൊണ്ടാണല്ലോ. കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ പല ബസ്സുകളും വന്നു പോയി. അതിന് പുറത്ത് പരസ്യങ്ങളാണ്. 5 ലക്ഷത്തിലധികം വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്ത സർക്കാർ, 5,50,000 പട്ടയം കൊടുത്ത സർക്കാർ. മോശം സർക്കാരാണ്. ഈ UDFന്റെ അവസാനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ അന്വേഷിക്കുക, ഒരു ഭവന പദ്ധതി പോലും ഉണ്ടായിരുന്നില്ല. ഈ ലൈഫ് എന്ന പദ്ധതി കൊണ്ടുവരുന്നത് 1ാം പിണറായി സർക്കാരാണ്. അതിനു മുമ്പ് യാതൊരുവിധ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പിന്നെ പ്രധാനമന്ത്രി ആയിട്ട് കൊടുക്കുന്ന വീടുകളാണ് വെച്ചിരുന്നത്. അത് SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കൂടുതലും. ജനറൽ വിഭാഗത്തിന് വളരെ കുറവായിരുന്നു. അങ്ങനെ തുച്ഛമായ നമ്പർ വീടുകളാണ്. മുനീറായിരുന്നു അന്ന് പഞ്ചായത്തിന്റെ മന്ത്രി. അദ്ദേഹം പലപ്പോഴും നിർബന്ധിക്കാറുണ്ട്. അത് ഞാനും അദ്ദേഹവും പറയണ്ട, വീട് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അതിന് മുമ്പിരുന്ന സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച വീടുകൾ തീർക്കാൻ പോലും ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായില്ല. അങ്ങനെ ഒരു സമരം ഉണ്ടായിരുന്നു, അത് മറക്കരുത്. PSന്റെ സർക്കാർ അവസാനിച്ചപ്പോൾ വീടുകൾ തറ കെട്ടിയിട്ടിരുന്നു. അതിന് ഫിനിഷിങ്ങിന് പൈസ കൊടുക്കാൻ പറഞ്ഞു. അതാ സർക്കാർ, UDF സർക്കാർ കൊടുത്തില്ല. മാത്രമല്ല അതിനെ തുടർന്ന്, അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഒരു ഭവന പദ്ധതി 5 വർഷവും ഉണ്ടായിരുന്നില്ല. തർക്കിക്കാമോ VD സതീശന്? അല്ലെങ്കിൽ ആർക്കെങ്കിലും തർക്കിക്കാമോ? ഞാൻ പറയുന്നു ഇല്ലായിരുന്നു. ഞാൻ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. അന്ന് ഞങ്ങൾ നിർബന്ധമായി, ഞാനും മുനീറും നിർബന്ധമായി പറയുമായിരുന്നു, വീട് ഭവന പദ്ധതി വേണം. ആരും ചെയ്തുകൊണ്ടില്ല. 5 വർഷം പിന്നിട്ടു. ഞാൻ ഇടയ്ക്ക് വെച്ച് പോയി. പക്ഷെ 5 വർഷം പിന്നിട്ടും ഭവന പദ്ധതി ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ലൈഫ് പദ്ധതി വന്നത്. അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് ലഭിച്ചു എന്നുള്ളത്. അതും 1 ലക്ഷം രൂപയുടെ വീടാണ് അന്ന് ചെയ്തിരുന്നത്. ഇത് 4 ലക്ഷം രൂപയുടെ വീടാണ്. ആ വ്യത്യാസമുണ്ട്. 4 ലക്ഷം രൂപയുടെ വീടാണ് ഈ 5 ലക്ഷം വെച്ചു എന്ന് പറയുന്നത്. 5 ലക്ഷം വീടുകളിൽ കൊടുത്തു എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയ്ക്കുള്ള വീടാണ്. അല്ല, 1 ലക്ഷം രൂപ അന്ന് കൊടുക്കാനുണ്ടായിരുന്ന 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ തികച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അടിത്തറ കെട്ടിയിട്ടിരുന്നത്. അവർ പലരും വളരെ സ്വന്തം നിലയ്ക്ക് അവസാനം എങ്ങനെയൊക്കെയോ അവർ കഷ്ടപ്പെട്ട് തീർത്തു. അവർ സമരരംഗത്തുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യ അധികാരത്തിൽ അവർ സമരരംഗത്തുണ്ടായിരുന്നു. ആ സമരത്തിൽ അവർ നടത്തിയ സമരത്തിൽ UDFന്റെ പല നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ഞാനും പങ്കെടുത്തിട്ടുണ്ട്, ഏത് മന്ത്രിയായി വരുന്നതിന് മുമ്പ്. പക്ഷെ അതുകൊണ്ട് അവരെ കാര്യം പറഞ്ഞിട്ട് ആരും ജപിക്കൊണ്ടില്ല. അവരിപ്പോൾ ഓർമ്മയിലുണ്ടല്ലോ, അവർ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അത്രേ പറഞ്ഞുള്ളൂ. ഇത് കുഴപ്പമുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ മിടുക്കന്മാരായിരുന്നു പറഞ്ഞുള്ളൂ. അല്ല, അതിന് നടപടി സ്വീകരിച്ചു. ആദ്യഘട്ട നടപടി സ്വീകരിച്ചു. ഇനി അന്വേഷണം നടത്തിയതിനു ശേഷം യഥാർത്ഥ കുറ്റക്കാർക്കനുസരിച്ച് നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. രാത്രി അവിടെ നിന്നല്ല, ഒരു യാത്രക്കാരെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പാടില്ല. കയറ്റാതെ പോകും. അങ്ങനെ ചില ആൾക്കാർ റിസർവേഷൻ എടുത്ത്
ഈ അടുത്ത കാലത്ത് കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ റിസർവേഷൻ എടുത്തു തിരുവനന്തപുരത്തേക്ക് പോകാനാണ്. ആ റിസർവേഷൻ എടുത്ത് വണ്ടി നിർത്താതെ പോയി. ഒടുവിൽ അവിടെ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു ഈ കുട്ടികൾ. ഞാൻ എന്നിട്ട് നേരിട്ട് ഡ്രൈവറോട് സംസാരിക്കും. അവസാനം അവർ ടാക്സി പിടിച്ച് കുട്ടികളെ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാതിന് കോതമംഗലത്ത് എത്തിയപ്പോഴേക്കും മൂവാറ്റുപുഴ എന്ന സ്റ്റേഷൻ മാസ്റ്റർ അവരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു. അതൊക്കെ നമ്മുടെ മക്കളാണ് ഇറക്കി വിടും. ആ ഒരു കൺസിഡറേഷനാണ് എന്നെ സംബന്ധിച്ചത്. എൻ്റെ മകളെ വഴിയിൽ ഇറക്കി വിട്ടാൽ എനിക്ക് സഹിക്കും. എൻ്റെ മകളെ കയറ്റാതെ സന്ധ്യ സമയത്ത് 5 മണിക്ക് വണ്ടി എൻ്റെ മകളെ തിരുവനന്തപുരത്ത് വന്ന മകളെ കയറ്റാതെ കോതമംഗലത്ത് വിട്ടുപോയാൽ അത് സഹിക്കില്ല. അതിനെപ്പറ്റി നടപടി ഇച്ചിരി വികാരപരമാണ്. നിങ്ങൾക്കും ആ വികാരം ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യന്റെ വികാരമാണ്. അതെ, ഇന്ന് തുടങ്ങിയാണ്. KSRTC ആണ് അത്. 3 യൂണിറ്റാണ് തുടങ്ങുന്നത്. ഒരെണ്ണം KSRTCക്കാണ്. KSRTC മറ്റെണ്ണം 2 ടെൻഡർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഒരെണ്ണം KSRTCക്ക് നമ്മൾ കോടതിയിൽ നിന്ന് തന്നെ അനുവാദം വാങ്ങിയിരുന്നു. അതാണ് ഇന്ന് തുടങ്ങുന്നത്. അത് നിർബന്ധമായി തുടങ്ങിയാനുള്ള ഗുണമെന്ന് പറയുന്നത്, ഇത് തുടങ്ങിയാൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഈ സ്ക്രാപ്പിംഗ് ചെയ്യുന്ന സംവിധാനം നമ്മൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ 250 കോടി രൂപ എല്ലാ സ്ക്രാപ്പിംഗ്. സ്വകാര്യ വാഹനം KSRTC വണ്ടി അല്ല ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യണം. സ്വകാര്യ വാഹനങ്ങൾ വാങ്ങി പൊല്യൂഷൻ ഇല്ലാതെ സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. പൊല്യൂഷൻ വരാത്ത വിധത്തിൽ ഇതിന്റെ പല സാധനങ്ങളും പൊല്യൂട്ടഡ് ആക്കുന്ന അത് ഒഴിവാക്കുന്ന ഒരു ആധുനിക സംവിധാനം ആണ്. അല്ല, ഇത് പണി പൂർത്തിയായ ഉടനെ സ്ക്രാപ്പിംഗിന് വണ്ടികൾ എടുത്തു തുടങ്ങും. RTO സർട്ടിഫിക്കറ്റ് ഈ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം. അതോടെ ഈ ടാക്സ് അവസാനിക്കും. അല്ലെങ്കിൽ ഈ സ്ക്രാപ്പ് ചെയ്തതിനെ കുഴപ്പം നമുക്ക് ടാക്സ് ഇങ്ങനെ അടിച്ചു വന്നുകൊണ്ടിരിക്കും. മുൻകാലങ്ങളിൽ പലപ്പോഴും അങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് പോയ പല വണ്ടിക്കും ഇപ്പോഴും ടാക്സ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ വേഗത്തിലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിശോധിച്ച് ചെയ്തു. അതിനൊന്നും കുഴപ്പം വരില്ല. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യുന്നത്. അവർ ചെയ്യും. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.